എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര നടിമാർ വന്നു പോയാലും മലയാളികളുടെ മനസ്സിൽ ശോഭനയ്ക്കുള്ള സ്ഥാനം വേറെ ആർക്കും ലഭിക്കില്ല. 80-ലാണ് ശോഭന അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നായികയായി മാറുകയും ചെയ്തു. മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴിലെ അവിസ്മരണീയമായ പ്രകടനം ഇന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്നും അതിലെ അഭിനയത്തിന്റെ പേരിൽ ശോഭനയെ തേടി പ്രശംസാ വാക്കുകൾ എത്താറുണ്ട്. സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് ശോഭന. മോഹൻലാലിനൊപ്പമുള്ള ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. തമിഴിൽ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രത്തിലും ശോഭന അഭിനയിക്കുന്നെന്ന് റിപ്പോർട്ടുണ്ട്. മലയാള സിനിമകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശോഭന തമിഴിൽ ഇന്നും ഓർക്കപ്പെടുന്നത് ദളപതിയിലെ അഭിനയത്തിനാണ്. അഭിനയ പ്രാധാന്യമുള്ള നിരവധി സിനിമകളാണ് ശോഭനയെ തേടിയെത്തിയത്. ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ നടി തയ്യാറായിരുന്നില്ല. തമിഴും തെലുങ്കിലും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം ശോഭന തകർത്ത് അഭിനയിച്ചു. മുമ്പൊരിക്കൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവം പങ്കുവച്ചതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ശിവ എന്ന സിനിമയിലെ അനുഭവമാണ് ശോഭന പങ്കുവച്ചത്. രജനി സാർ പക്ക ജെന്റിൽമാനാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള സിനിമയിൽ ആദ്യം എടുത്ത സീൻ ഒരു പാട്ട് സീനാണ്. മഴയത്തുള്ള സീനായിരുന്നു അത്. ട്രാൻസ്പെറൻ്റ് ആയ വെള്ള സാരിയാണ്. ഉള്ളി ധരിക്കാൻ ഒന്നുമില്ല എന്ന് ചോദിച്ചു. വീട്ടിൽ പോയി വരാനും സമയമില്ല. കുറച്ച് സമയത്തിനുള്ളിൽ സീൻ എടുക്കും. മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൊലപാതകം പോലെ എനിക്ക് തോന്നി. അതെന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള സാധനമെല്ലാം നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പുറകുവശമൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താണ് സംഗതി വ്യക്തമായിട്ട് കാണാൻ പറ്റും. പണ്ട് മലയാള സിനിമയിൽ നടിമാരിടുന്ന ബ്ലൗസ്, അതിൻ്റെ അകത്തൂടെ ബ്രേസറൊക്കെ കാണാൻ പറ്റും. അത്തരത്തിലുള്ള ബ്ലൗസുകളായിരിക്കും ഇവർ തയ്പ്പിച്ചു കൊടുക്കുന്നത്. പഴയ സിനിമകൾ എടുത്ത് നോക്കിയാൽ മിക്കതിലും അങ്ങനത്തെ വേഷങ്ങളായിരുന്നു. അപ്പോൾ അത് നനഞ്ഞ്, അപ്പോൾ ഈ സാരിയുടെ കാര്യം തന്നെ ശോഭന എടുത്ത് പറയും. അത് നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരീരവടിവെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. അത് ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. അതേക്കുറിച്ചാണ് ശോഭന പറയുന്നത്. തുടർന്ന് വായിക്കാം. എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് വലിയ പ്രൊഡക്ഷനാണ്. നമ്മളെ കൊണ്ട് ഷൂട്ട് വൈകരുത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. AVM സ്റ്റുഡിയോയിൽ പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ക്ലോത്ത് ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ അടിപ്പാവാടയ്ക്കുള്ളിൽ ധരിച്ചു. 10 മിനിറ്റിനുള്ളിൽ റെഡിയായി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു. രജനി സാർ എന്നെ കയ്യിലെടുത്തു. എടുത്തപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹത്തിന്റെ മുഖഭാവം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പേടിയായി. അദ്ദേഹം പോയി പറഞ്ഞാലോ? പക്ഷെ അദ്ദേഹം ആരോടും ഇത് പറഞ്ഞില്ലെന്നും ശോഭന ഓർത്തു. ഷോട്ടിലൊപ്പമുള്ള അഭിനേതാക്കളെ കംഫർട്ടബിൾ ആക്കാൻ രജനീകാന്ത് ശ്രദ്ധിക്കാറുണ്ടെന്നും ശോഭന അന്ന് വ്യക്തമാക്കി. തുടരെ സിനിമകൾ അഭിനയിച്ചു വന്നിരുന്ന ശോഭന 90കളുടെ അവസാനത്തോടെയാണ് സിനിമാ രംഗത്ത് സജീവമല്ലാതായത്. നൃത്തത്തിലേക്ക് താരം പൂർണ്ണ ശ്രദ്ധ നൽകി. ഏറെക്കാലത്തിന് ശേഷം 2020-ൽ വരന ആവശ്യമുണ്ടെന്ന സിനിമയിൽ നടി അഭിനയിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.